എല്ലാവരും ലേറ്റായ ഒരു സമയമാണല്ലേ. അപ്പം അധികം ദീർഘിപ്പിക്കാതെ ലിസ്റ്റ് ചേട്ടാ, താങ്ക് യു ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. പിന്നെ ഷാരിസിക, ഗായത്രി, ഗൂഗിൾ, അങ്ങനെ കുറച്ച് പേര് ഇരുന്നിട്ടാണ് ഈ ഒരു ഡബ്ബിങ് അടിപൊളിയാക്കാൻ ഹെൽപ്പ് ചെയ്തത്. അവർക്ക് ഒത്തിരി നന്ദിയുണ്ട്. ആൻഡ് റാനിയ, ഇപ്പം നമ്മളൊരു ഫസ്റ്റ് മൂവി ചെയ്യുമ്പോഴത്തേക്കിനും എൻ്റെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് തന്നെ ഡബ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ സ്പേസ് എനിക്ക് തന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു അത് അലൗ ചെയ്തതിൽ. ഇനിയും ഒത്തിരി 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 ഉയരങ്ങളിലോട്ട് പോട്ടെ. ആൻഡ് അടിപൊളിയാണ്, പെർഫോമൻസ് അടിപൊളിയാണ്, അത്രേ പറയാനുള്ളൂ. മനസ്സിൽ നിന്ന് വരുന്നതാണ്. അടിപൊളിയായിട്ട് ഹൈറ്റ്സിലോട്ട് പോട്ടെ. താങ്ക് യു, അത്രേ പറയാനുള്ളൂ. താങ്ക് യു. ഒരു കാര്യം പറഞ്ഞു, പ്ലീസ്. ആക്ച്വലി ഞാൻ വിൻസിനെ കോൾ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാനിപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈച്ച് ആൻഡ് എവ്രി ഹാപ്പിനെസ്, ഓരോ സെക്കൻഡും എൻ്റെ അതേ ലെവലിൽ, മേ ബി അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് അത് അർഹിക്കുന്ന ഒരാളാണ് വിൻസി. സോ ഐ റിയലി വോണ്ട് ടു സേ താങ്ക്സ് ടു യു. ബിക്കോസ് ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്നതിനേക്കാളും എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആക്ടറാണ്. സോ you accepted that is the big thing here. അതിൽ എന്നെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് യു ആർ എ ഗ്രേറ്റ് ആക്ടർ. സോ വിൻസി സംബന്ധിച്ചത് തന്നെ എൻ്റെ ഭാഗ്യമാണ്. ബിക്കോസ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, എൻ്റെ ഫ്രണ്ട്സ് അടക്കം എന്നെ ക്ലോസ് ആയിട്ട് അറിയിക്കുന്ന എൻ്റെ ഫാമിലി എല്ലാവരും ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, ശരിക്കും നിന്റെ സൗണ്ട് അല്ലേ? ബിക്കോസ് ഞാൻ പോലും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എൻ്റെ അതേ വോയിസ് ടോണിലും സംസാരിച്ചിരിക്കുന്നത്. അതിലാകെ ഒരു ഫസ്റ്റ് ഹാഫ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് ഫുൾ ത്രൂ ഔട്ട് എൻ്റെ അതേ പിച്ചിൽ എന്നെ പോലെ തന്നെ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. ഇത് ഞാനാണോ സംസാരിച്ചത് വിൻസിയാണോ? അത്രയും പിക്ചർ പെർഫെക്റ്റ് ആയിട്ടാണ് വിൻസി ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല ഇത് വിൻസി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ക്യാരക്ടറിന് ഇത്രത്തോളം ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടാവുന്നു. ഈച്ച് ആൻഡ് എവറി വേർഡ് ഓഫ് ദിസ് ക്യാരക്ടർ ഗോട്ട് അത്രയും ഇമോഷണൽ ടച്ച് വന്നത്. ഇറ്റ് ഇസ് ഫ്രം യുവർ എനർജി, യുവർ വോയിസ്. യു ഡിസേർവ് ഓൾ ദ ഹാപ്പിനെസ്. ഞാൻ എന്തൊക്കെ സന്തോഷം, എന്തൊക്കെ അപ്രിസിയേഷൻ ഐ എം ഗെറ്റിംഗ് ഫ്രം ദ ഓഡിയൻസ്, എവറിത്തിങ് ഇസ് ഫോർ യു. സോ താങ്ക് യു. നമ്മളൊക്കെ ഒരേ വൈബുള്ളതാണ്. She is actually getting emotional. I really want them touching my heart and saying this. I am blessed to get your voice. Thank you. ഈ ഫംഗ്ഷന് വരാനുള്ള കാരണം എൻ്റെ ഒരു സഹോദര തുല്യനായ ലിസ്റ്റിൻ സ്റ്റീഫൻ, അതേമാതിരി തന്നെ ദിലീപ്. ഈ പടത്തിൻ്റെ ഒരു സക്സസ് വെറുതെ ഒരു ആഘോഷം എന്ന നിലയിലല്ല, നല്ലൊരു സിനിമയാണ്. ഞാൻ കണ്ടതാണ്. ഞാൻ ലിസ്റ്റിനോട് ഈ റിലീസിനോട് അനുസരിച്ച് പല കാര്യങ്ങളും ഈ സിനിമയുടെ കളക്ഷനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് വലിയൊരു ഹോപ്പാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ദിലീപിന് ഇങ്ങനെ ഒരു പടത്തിൽ ഇങ്ങനെയൊരു സക്സസ് വരേണ്ട ഒരു ആവശ്യമായിട്ടാണ് ഹൃദയത്തിൻ്റെ ഭാഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ എന്താണെന്ന്. എനിക്കും ഇതിലുമായിട്ടുള്ള ആ ബന്ധത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സക്സസ് വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പോൾ എല്ലാവിധ നന്മകളും നേരുന്നു. ഇനിയും സക്സസ് ഉണ്ടാവട്ടെ. അതേമാതിരി തന്നെ ഇതിൻ്റെ സംവിധായകൻ ബിന്ദു, ഡെഫിനറ്റായിട്ടും എനിക്ക് വളരെയധികം നാളുകളായിട്ട് എൻ്റെ ഒരു മുറേ മുന്ന വാർത്തയായാലും അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത സമയം തൊട്ടിട്ട് അറിയാം. പിന്നെ റൈറ്റർ ഒരു ബ്രൂഡാണ്. എന്തായാലും ഈ സുഹൃത്ത് ബന്ധത്തിൽ ഇത്രയും വലിയ കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു വിജയം ഈ സിനിമയ്ക്കുണ്ടായാലും അതിശയമില്ല. And definitely I am appreciating the heroine for the film. അത് ഈ പറഞ്ഞ മാതിരി ടേണിംഗ് പോയിന്റ് തന്നെയാണ്. നല്ലൊരു ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് പെർഫോം ചെയ്തു ആ സിനിമ മുമ്പോട്ട് കൊണ്ടുപോയത് ആ കുട്ടിയാണ്. എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പോയവരോടും പോവാതിരിക്കുന്നവരോടും എല്ലാവരോടും നമസ്കാരം. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. നമുക്ക് ഞാൻ അഭിനയിക്കുന്ന സിനിമ 100-150 ദിവസം കൂടിയ സിനിമകളുടെ ഫംഗ്ഷൻസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇത്രയും ഒരു ദീർഘമായ സമയം ഒരു തിയേറ്ററിൽ ഒരു സിനിമ ഓടിയെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആ ഫാമിലിയിലെ ഒരംഗമാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പിന്നെ എന്താ പറയുക, എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പറയുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം.
നിങ്ങളെയൊക്കെ കണ്ടതിൽ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഏതൊരു ഫിലിമിൻ്റെ സെലിബ്രേഷൻ സമയത്തും പണ്ട് ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവർക്കും മൊമെൻ്റ് കൊടുക്കുന്നൊരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത്. അതിന് ഞാൻ പ്രത്യേകം ലിസ്റ്റിൽ സ്റ്റീഫൻ പ്രൊഡക്ഷൻ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. അത് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച കാര്യമാണ്. പിന്നെ ഈ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോഴും പണ്ടും സിനിമയിൽ വന്ന കാലം മുതൽ ദിലീപിൻ്റെ ചേച്ചിയായിട്ട് സഹോദരിയായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അമ്മയായിട്ട് കൂടെ തന്നെയുണ്ട്. ആ ചൈത്രയാത്ര എങ്ങനെ തുടരുന്നു, അതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഐ റിയലി സോറി. സോ ഇഷ്ടപ്പെട്ടോ പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? ഇത്ര ഇഷ്ടപ്പെട്ടോ? എനർജി ഇല്ലല്ലോ. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു സോ മച്ച്. ഐ റിയലി വാണ്ട് ടു സേ താങ്ക്സ് ടു സന്തോഷ് ഏട്ടൻ ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിൽ. സോ ഐ കാൺ സേ നോ ഫോർ ദിസ് ബിക്കോസ് ഞാനും വിചാരിച്ചു മൂവി ഓഡിയൻസ് ഉള്ള സമയത്ത് എങ്ങനെയാണ് ഒരു നൃത്ത കലാരൂപം ഓഡിയൻസ് എങ്ങനെ പെർസീവ് ചെയ്യാമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. But I'm glad we got a very energetic audience. So all above, I want to say thanks to my parents and each and everyone. And equally, Bindu Chichi, Sai Chetta, Dilip Etta, Manju Chichi, Leslie Chetta, each and everyone who is sitting here, thank you so much for your time. ഭയങ്കര സന്തോഷം. ഒരു നിമിഷം നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഒരു സെക്കൻഡ് പോസ് ചെയ്ത് നമുക്കിവിടെ പെർഫോം ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. റാണിയ പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, റാണിയ ചിഞ്ചു റാണിയായിട്ട് മാറുമ്പോൾ ഒരുപാട് അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു മുടി ആയിക്കോട്ടെ, ഒരു മുടി വെട്ടിയപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അതിനുവേണ്ടി എടുത്ത ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോഴും ചിഞ്ചു റാണി തന്നെയാണോ? ചിഞ്ചു റാണിയുടെ ഒരു പോർഷൻ ഇപ്പോഴും റാണിയിലുണ്ടോ? ചിഞ്ചുവിൻ്റെ ആക്ച്വലി ബോഡി വെയിറ്റ് ഇപ്പോഴും എൻ്റെ ബോഡിയിലുണ്ട്. സോ ഐ എം ഹാപ്പി ഫോർ ദാറ്റ് ബിക്കോസ് ഷീ ഈസ് ദ വൺ ദാറ്റ് ഹു ഷോഡ് മീ ദിസ് വേൾഡ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ കുറച്ച് റിസർവ്ഡ് ആൻഡ് കുറച്ച് ഇങ്ങനെയല്ല. അപ്പം എനിക്ക് പേഴ്സണലി ചിഞ്ചു റാണി എന്നുള്ള കഥാപാത്രത്തിൻ്റെ എനർജിയിൽ ലൈഫ് കാണാൻ പറ്റുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ബട്ടർഫ്ലൈ പോലെ പറക്കാൻ തുടങ്ങി, കുറച്ചുകൂടെ ലൈഫ് ആസ്വദിക്കാൻ തുടങ്ങി. ഞാൻ സീരിയസ്ലി ഒരു ജെന്യൂൻലി പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് സീരിയസ് പേഴ്സൺ ആണ്. സോ ഷീ ഈസ് ദ വൺ ഹു ഷോഡ് മീ ദിസ് ലൈഫ് ഇസ് വെരി കളർഫുൾ. സോ താങ്ക് യു ഷാരിസ് ചേട്ടാ. ആൻഡ് യെസ്. So thank you so much, Rania, for portraying Chinchu Rani in such an exceptional way. So once again, let's give it up and thank you so much. Thank you. You could have asked me the same question. Some other costume. തീർച്ചയായും ഇനിയൊരു ഔട്ട്ഫിറ്റ് അറ്റയർ ചേഞ്ച് ചെയ്തതിനു ശേഷം നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. We have a lot of time. So and I just want to say one thing. ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ആക്ച്വലി I got a problem on my knees. അപ്പം എനിക്ക് പെർഫോമൻസ് ചെയ്യാൻ ഒരുപാട് വർഷം എടുത്തു. ആക്ച്വലി തിരിച്ചപ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഈ വേദിയിലാണ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് വെരി ലൈക്ക് എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ, ഈക്വൽ ടു മൈ ബ്രീത്ത്. സോ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഇത്രയും നല്ലൊരു ഓഡിയൻസിൻ്റെ മുന്നിൽ ദിലീപ് ഏട്ടൻ്റെ ഫ്രണ്ടിൽ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു so much, Rania. Thank you.